ഹലോ ഹായ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ബോർഡിൽ ഒരു നമ്പർ കാണാൻ പറ്റുന്നില്ലേ? 1,24,135. ഇത് എവിടുത്തെ ലാൻഡ് ലൈൻ നമ്പർ ഒന്നുമല്ല. ഇത് കഴിഞ്ഞ വർഷം സയൻസിലും കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെ ആയിട്ട് തോറ്റുപോയവരുടെ നമ്പറാണ്. എത്ര വലിയൊരു നമ്പറാണ് നോക്കിയേ, 1,00,000-ൻ്റെ മുകളിലാണ്. പക്ഷെ ഞാനിതിവിടെ പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിൽ ഈ പറഞ്ഞ കുട്ടികളിൽ ഏറ്റവും മെജോറിറ്റി ഓഫ് കുട്ടികൾ തോറ്റുപോയ സബ്ജക്റ്റാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതായത് ഇത്രയും കുട്ടികൾ, അതായത് ഇതിൻ്റെ ഒരു മെജോറിറ്റി കുട്ടികളും തോറ്റുപോയ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇത്ര വില്ലനായിട്ട് മാറുന്നത്? അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ തോൽക്കാനുണ്ടായ കാരണം എന്തായിരിക്കും? നിങ്ങൾ വേറൊരു കോമഡി ആക്കണം. അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ കുറേ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ ഫ്ലെക്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതിൽ ആ സുന്ദരിമാരൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഒരു 1,200 നിസ്സാരമായ സ്വപ്നമേ അവർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അവരുടെ സ്വപ്നവും തച്ച് കെടുത്തിയത് ഈ ആശാൻ തന്നെയാണ്. ഇംഗ്ലീഷിലാണ് അവർക്കൊക്കെ 1, 2, 3 മാർക്കൊക്കെ പോയത്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇത്ര വില്ലനാവുന്നത്? നമ്മുടെ കോർ സബ്ജക്റ്റുകളൊന്ന് വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതിലാകെ കുറച്ച് കവിതകളും കുറച്ച് കഥകളും കുറച്ച് ലേഖനങ്ങളും ഒക്കെ അല്ലേ പഠിക്കാനുള്ളൂ. പിന്നെ എന്താ ഇംഗ്ലീഷ് ഇത്ര വിഷയം? ഞാൻ അതൊന്നുമല്ല പറയാൻ വന്നത്. ഞാൻ പറയാൻ വന്നത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വർഷം ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലല്ലേ നിങ്ങളും ചിലപ്പോൾ തോറ്റു പോകാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും. ഇത് പറഞ്ഞ് പേടിപ്പിക്കാനൊന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച, അതായത് ജൂലൈ 25-ന് ഞാൻ നിങ്ങൾക്കൊരു വെബിനാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്ര മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് നമുക്ക് മാർക്ക് പോകുന്നു, എങ്ങനെ ഇതിനെ പ്രായോഗികമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വേറെ മാഞ്ഞാളോ വേറെ സംസാരമൊന്നുമില്ല. ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ പരിപാടി തീർക്കും. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ ഇത് വല്ല കോഴ്സിൻ്റെ വല്ല പ്രൊമോഷനാണെന്ന്. ഒരു പ്രൊമോഷനും അല്ല, ഫ്രീ ആയിട്ട് 1 രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എപ്പോൾ വരണം? നിങ്ങളൊരു 7:30 മണിയാകുമ്പോൾ നിങ്ങളുടെ ആൾക്കാരെയും കൂട്ടിയിട്ട്, നിങ്ങൾക്ക് ആർക്കാണ് യൂസ്ഫുൾ ആകുന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അവരെയും കൂട്ടി നിങ്ങൾ പോന്നോളാം. 7:30 മണിക്ക്, വൈകിട്ട് 7:30 മണിക്ക് 25-ാം തീയതി ഫ്രൈഡേ ഇങ്ങോട്ട് പോന്നോളാം. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ ഇംഗ്ലീഷിലുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അതിനുള്ള സൊല്യൂഷനും ഞാൻ പറഞ്ഞുതരും. ഇംഗ്ലീഷ് പലപ്പോഴും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും പഠിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒന്നും എക്സാം പോയിന്റുകളൊന്നും ഒരുവിധം അറിയുന്നുണ്ടാവില്ല. എല്ലാ ചാപ്റ്റേഴ്സിനും ഒരു എക്സാം പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് എക്സാം പോയിന്റുകളുണ്ട്. അതൊന്നും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ ആയിരിക്കും പോകുന്നുണ്ടാവുക. പിന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് ഇല്ലാത്തത് വേറൊരു വിഷയമാണ്. നിങ്ങൾ ഒരുവിധമൊക്കെ റൈറ്റിംഗ് പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ അവിടെ പോയി ഇരുന്ന് എഴുതിയാലുമില്ലേ, അതിൽ ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തും. അവിടെ ഒരു ഈസിൻ്റെയും ഇവിടെ ഒരു വാസിൻ്റെയും അവിടെ ഒരു ദേറിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2-3 മാർക്ക് നിങ്ങൾക്ക് പെറുക്കി കൂട്ടി തന്നാലായി. ഇനി അതുമല്ല, ഈ വർഷം നമ്മൾ കുറേ ഡിസ്കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. കുറച്ചല്ല, ഒരു ബ്ലർബ് റൈറ്റിങ്ങും ഒരു സെമിനാർ റിപ്പോർട്ട് പഠിക്കാനുണ്ട്, ഒരു പാനൽ ഡിസ്കഷൻ പഠിക്കാനുണ്ട്. ഇങ്ങനത്തെ പുതിയ സാധനങ്ങളൊക്കെ, അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഫ്രഷായിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുമ്പോൾ കാണുമായിരിക്കും. അങ്ങനെ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലുള്ള ജനലിൻ്റെ കമ്പി എണ്ണേണ്ടി വരും, അവിടുത്തെ ഇൻവിജിലേറ്ററിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്യൂൺ എത്ര പ്രാവശ്യം നിങ്ങൾ ക്ലാസ്സിൽ വന്നു എന്നുള്ളത് എണ്ണേണ്ടി വരും. എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഒരു 10-12 മാർക്കിന് നിങ്ങളോട് എന്തും ചോദിക്കും, ഗ്രാമറും ചോദിക്കും. പെട്ടില്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊരു പഠിപ്പിയാണ്. നിങ്ങളൊരു 1,200 പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വർഷം ഇനി എവിടുന്ന് തുടങ്ങണമെന്നോ എന്ത് വെച്ച് തുടങ്ങണമെന്നോ അറിയാതെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് കിളി പോയിരിക്കുകയാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്കൊരു ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചരും. എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഈ പ്രശ്നത്തിനെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് സോൾവ് ചെയ്യാം, അതായത് പ്രായോഗികമായിട്ട്, വേറെ ഫ്ലഫോ വേറെ മാഞ്ഞാളോ വേറെ വർത്താനൊന്നുമില്ല. ഒരു 10-25 മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിലേ ഈ വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാം. പിന്നെ എക്സാം എഴുതാനോ ഇംഗ്ലീഷിൽ വേറെ ചൊറകൾക്കൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് ഈ വർഷം സേവ് ചെയ്യാം. ഈ ഒരു 20-25 മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ കോർ സബ്ജക്റ്റുകൾ ബാധിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ പുറമേ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള കുറച്ച് സ്റ്റഡി ടെക്നിക്സും ഞാൻ പറഞ്ഞുതരാം, കുറച്ച് പൊടിക്കൈകളും ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങളുണ്ടാവും ഇംഗ്ലീഷിനെ കുറിച്ചിട്ടുള്ള. ഇത്തരം സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള അവസരമാണ് ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത്. എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടല്ലോ, നമ്മളിത് ഈ ഒരു വെള്ളിയാഴ്ച, അതായത് ജൂലൈ 25-നാണ് ഈ വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു 7:30 മണിയാവുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 20-25 മിനിറ്റേ നമ്മൾ ഇതിൽ എടുക്കുള്ളൂ. ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് നമുക്ക് മാർക്ക് കുറയുന്നു, എങ്ങനെ ഇതിനെ പ്രാക്ടിക്കലി സോൾവ് ചെയ്യാം, ഇത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ, ഒരു 20-25 മിനിറ്റ് കൊണ്ടല്ലേ നമുക്ക് ഈ ഒരു വർഷം സേവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഐ വിൽ സീ യു ദേർ. ബൈ.